ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വീഡിയോയിലൂടെ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. സങ്കീർത്തനങ്ങൾ 123 2-3 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവവചനത്തിൽ ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളോട് കൃപ ചെയ്യുവോളം യഹോവെങ്കിലേക്ക് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിന്ന സഹിച്ച് മടുത്തിരിക്കുന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ മറഞ്ഞു കിടക്കുന്നതായ ചില ദൈവപ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. വേദപുസ്തകത്തിനകത്ത് ആ മറഞ്ഞു കിടക്കുന്ന ദൈവപ്രവൃത്തികൾ തക്ക സമയത്ത് ദൈവം തൻ്റെ ജനത്തിന് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ ഹാഗറിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിനകത്ത് വാഗ്ദത്ത നിവർത്തി അബ്രഹാം പിതാവിൻ്റെ ഭവനത്തിനകത്ത്, വാഗ്ദത്തത്തിൻ്റെ സന്തോഷം അബ്രഹാം പിതാവിൻ്റെ ഭവനത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാലോ വിശ്വസ്തയായിരുന്ന ദാസിയും മകനും പുറത്ത് കരയുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു. വാഗ്ദത്തത്തിൻ്റെ നിവർത്തി അകത്ത് സന്തോഷിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് വാഗ്ദത്തം വിശ്വസ്തയായിരുന്ന ദാസിയും മകളും കരയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എത്ര വിശ്വസ്തരായിരുന്നാലും, ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ വിശ്വസ്തരായി ജീവിച്ചാലും നിങ്ങളുടെ ജീവിതം സങ്കടത്തിലും കണ്ണുനീരിലുമായിരുന്നിരിക്കാം. എന്നാൽ സ്വർഗീയ യജമാനത്തിലേക്ക് നിങ്ങളുടെ കണ്ണുയർത്തുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷമായി മാറുമെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകത്തിനകത്ത് നാം പഠിക്കുമ്പോൾ നീണ്ട വർഷങ്ങൾ അടിമത്തത്തിലായിരുന്ന ദൈവജനം മരുഭൂമിയിൽ കരയുകയാണ്. ആ മരുഭൂമിയിൽ കരയുന്ന ദൈവജനതയുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കരയുന്ന മോശ പ്രവാചകനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. മോശ പ്രവാചകൻ കരയുന്ന മോശ പ്രവാചകന്റെ മുമ്പിൽ മറഞ്ഞിരുന്ന ഒരു വൃക്ഷക്കൊമ്പ് അവരുടെ ജീവിതത്തിനകത്ത് വിടുതലായി നമുക്ക് കാണുവാൻ കഴിയുന്നു. കൊലോസ്യർക്ക് ഇത് ലേഖനം പഠിക്കുമ്പോൾ മറഞ്ഞു കിടന്ന മർമ്മം അത് യേശു ക്രിസ്തുവാണെന്ന് നമുക്ക് വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന, പാപത്തിന്റെ ദാസ്യത്തിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വന്ന മറഞ്ഞു കിടന്ന ഒരു മർമ്മമാണ് ക്രിസ്തു. അത് ഈ കാലഘട്ടത്തിൽ തൻ്റെ വിശുദ്ധന്മാരിലൂടെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആ മറഞ്ഞു കിടന്ന മർമ്മമായ ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും പൈശാചിക ആധിപത്യങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും. ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ച ചട്ടങ്ങ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നമ്മുടെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നിങ്ങൾക്ക് വിരോധമായി പൈശാചിക മണ്ഡലങ്ങൾ എഴുതിയിരിക്കുന്ന എല്ലാ എഴുത്തുകളെയും കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണ വിടുതലുണ്ട്, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഈ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ഇന്ന് നിങ്ങളുടെ ഹൃദയം കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ പാപത്തിന്റെ അടിമയല്ല, നിങ്ങൾ ശാപത്തിന്റെ അടിമയല്ല, നിങ്ങൾ പിശാചിന്റെ അടിമയല്ല. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കർത്താവ് തരും. ഈ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ഒന്നുകൂടി ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.